അപ്പോൾ ഈ കാണുന്ന പോലെ എഴുതി തരാമോ നമ്മുടെ അടുത്ത് 10ലെ പിള്ളേർ ചോദിച്ചു. അവരുടെ സ്കൂളിൽ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ ഹാൻഡ് റൈറ്റിംഗ് കണ്ടപ്പോൾ ഇത്തിരി സിമ്പിളാന്ന് തോന്നി. എന്നാൽ പിന്നെ ചെയ്ത് തരാമല്ലോ, ഇതുപോലെ തന്നെ എഴുതി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ഫൈനലായിട്ട് വരെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം, എങ്ങനെയുണ്ട് എഴുതി അതുപോലെ തന്നെ ആയോ എന്ന് പറയാം. സോ ഈ ചോക്ലേറ്റ് കേക്കിന് പോപ്പപ്പ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് യെല്ലോ ക്രീം നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ എഴുതുന്ന ഫോണ്ടിൻ്റെ രീതി നമ്മൾ പല രീതിയിലും എഴുതുന്നതായിട്ട് നമ്മൾ യൂട്യൂബിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ബിഗിനേഴ്സാണ് എഴുതാൻ അറിയില്ലെങ്കിൽ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഈസി ടെക്നിക്സ് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരൊറ്റ നോസിൽ മാത്രമാണ്, അതാണ് വേറൊരു പ്രത്യേകത. അപ്പോൾ ആദ്യം ഞാൻ ചെയ്തതൊന്നും എടുത്ത് മാറ്റി പിന്നെ ഇതുപോലെ ഞാനൊരു കുത്തിച്ചു കൊടുക്കണ പോലത്തെ ഡിസൈൻസ് ആയിട്ട് ചെയ്തത്. പിന്നെ താഴെ ബോർഡറിനകത്ത് എന്ത് ഡിസൈനാണോ കൊടുത്തത് അതുപോലെ തന്നെയാണ് ഈ ട്രഡീഷണൽ ക്രീം കേക്കിൻ്റെ ലുക്ക് നമ്മൾ കൊടുക്കാൻ വേണ്ടി ചെയ്തത്. അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്ത് ഭയങ്കര റോയൽ ലുക്കായിരുന്നു, അടിപൊളിയായിരുന്നു കാണാൻ. പിന്നെ ഇത് ഫുള്ളും ചെയ്ത് തന്നപ്പോൾ ഇതിൻ്റെ ഓരോ ജോയിൻറ്റിനകത്ത് ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടി റെഡ് ബോൾസ് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്, മേലെ മുത്തുമണീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹോപ്പ് യു ലൈക്ക് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.